നമസ്കാരം. ധനുഷ് പി സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന ഫീൽഡ് വർക്കർ തസ്തികയുടെ പ്രൊഫഷണൽ ആൻസർ കീയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 95/2024 അപ്പോൾ ഇനിയുള്ള എക്സാംസ് എഴുതുന്ന എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. LDC, LP മറ്റു പല എക്സാംസ് എഴുതുന്ന എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാരണം കറണ്ട് അഫയർ പ്ലസ് GK നമുക്കിതിൽ നിന്ന് തന്നെ കുറേയധികം കിട്ടുന്നുണ്ട്. ആവർത്തന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും അധികം കണ്ടുവരുന്നത്. അപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് കറണ്ട് അഫയർ ചോദിക്കുക എന്നുള്ളൊരു ഊഹം, ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ക്വസ്റ്റ്യൻസ് നോക്കുക. ഫസ്റ്റ് വൺ, ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ സുരേന്ദ്രനാഥ ബാനർജി. ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ ബാനർജി. ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ ബാനർജി. താഴെ പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. നാവിക കലാപം നടന്നത് എവിടെയാണ്? ആൻസർ ബോംബെ. നാവിക കലാപം ബോംബെയിലാണ് നടന്നിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? ആൻസർ ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനം പങ്കെടുത്ത ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏതാണ്? മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏതാണ്? അമേരിക്ക. മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ്? ആൻസർ 42ാം ഭേദഗതി. ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. 42ാം ഭേദഗതി. ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും നിരോധിച്ചിട്ടുള്ളത്? ആൻസർ ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ചൂഷണത്തിന് എതിരെയുള്ള അവകാശമാണ് ഇവിടെ ബാലവേലയും അടിമത്തവും നിരോധിച്ചേക്കുന്ന സമ്പ്രദായം, അല്ലേ? ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. നെക്സ്റ്റ് വൺ, ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭേദഗതി. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? മാർഗനിർദ്ദേശ തത്വങ്ങൾ. മാർഗനിർദ്ദേശ തത്വങ്ങളാണിത്. ക്ഷേമരാഷ്ട്രം എന്ന് ഓർക്കുമ്പോൾ എന്താണ്? മാർഗനിർദ്ദേശ തത്വങ്ങൾ ഓർത്തിരിക്കണം. ഇനി മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതി, ഭരണഘടനാ ഭാഗം ഏതാണ്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ആൻസർ എന്താണ്? ഭാഗം 4A. മൗലിക കർത്തവ്യങ്ങൾ 4A. മൗലിക കർത്തവ്യങ്ങൾ 4A. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആൻസർ ആറ്റിങ്ങൽ കലാപം, അല്ലേ? സംഘടിത കലാപം ഏതായിരുന്നു? ആറ്റിങ്ങൽ കലാപം. സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. നെക്സ്റ്റ് വൺ, 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? നേതൃത്വം കൊടുത്തത് ആരാണ്? ആൻസർ ഏതാണ്? K. കേളപ്പൻ. നേതൃത്വം കൊടുത്തത് ആരാണ്? K. കേളപ്പൻ. ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ 1ഉം 2ഉം ശരിയാണ്. മറ്റു മാറുമറയ്ക്കുവാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാനാർ ലഹള. അറിയാം. 1959 മാറുമറയ്ക്കാനുള്ള അവകാശം ചാനാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചതാണ് ഉത്രം തിരുനാൾ മഹാരാജാവ്. ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ. 1917 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി.
പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ആൻസർ എന്താണ്? നമുക്ക് ഗൗരി പാർവതി ഭായ് അല്ലേ. പ്രൈമറി വിദ്യാഭ്യാസം പാർവതി ഭായ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആരാണ്? ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആരാണ്? ഷൂ ഫെയ് ഹോങ് ആണ് ചൈനീസ് സ്ഥാനപതി. ഷൂ ഫെയ് ഹോങ് ആണ് പുതിയ ചൈനീസ് സ്ഥാനപതി. അത് മറക്കാൻ പാടില്ല, പുതിയ കറണ്ട് അഫയർ, നമ്മുടെ കറണ്ട് അഫയർ ആണല്ലേ. ഷൂ ഫെയ് ഹോങ് അല്ലേ ചൈനീസ് സ്ഥാനപതി എന്ന് ഓർത്തിരിക്കുക. ഷൂലാണ് ഒരു ചൈനീസ് അല്ലേ, ഷൂ നോക്കാം. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണത്? KV മനോജ് കുമാറാണ്. ബാലാവകാശം ആരാണ്? മനോജ് കുമാർ അല്ലേ. മനോജ് കുമാറാണ് ബാലാവകാശം. മനോജ് കുമാർ ബാലനാണ്. നെക്സ്റ്റ് വൺ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേര് താഴെ കൊടുക്കുന്നു. അതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക അല്ലേ. ആൻസർ എന്താണ്? പഞ്ചാബ് അല്ലേ. ഇത് മൂന്ന് നമുക്കറിയാം. പഞ്ചാബാണ് ആൻസർ. ഓപ്ഷൻ ബി പഞ്ചാബാണ്. ആരായിരുന്നു പോറ്റി ശ്രീരാമുലു? ആൻസർ എന്താണ്? ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനായുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തിയാണ് ആര്? പോറ്റി ശ്രീരാമുലു അല്ലേ. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനായുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തിയാണ് ആര്? പോറ്റി ശ്രീരാമുലു. അടുത്തത്, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഒന്നു മാത്രം യോജിക്കാത്തതാണ് ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ഏതാണ്? ആൻസർ നമുക്ക് ഓപ്ഷൻ എ ആണ്. ചേരാത്തതാണ് ഭിലായ്, US ചേരുന്നതല്ല. ബാക്കി നമുക്ക് നോക്കിയേക്കാം അല്ലേ. ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ ആണ്. റൂർക്കല ജർമ്മനി. ദുർഗാപൂർ ബ്രിട്ടൻ. ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് വൺ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കൻഡ് കരാർ? ആൻസർ എന്താണ്? 1965 പാകിസ്ഥാനുമായുള്ള യുദ്ധം. ഓപ്ഷൻ ബി 1965 പാകിസ്ഥാനുമായുള്ള യുദ്ധമാണെന്ത്? ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടത്? താഷ്കൻഡ് കരാർ. 65 ഓർത്തിരിക്കുക. കേരളത്തിലെ ഏത് നഗരത്തിലാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി എന്ന് ലഭിച്ചത്? ആർക്കാണത്? ആൻസർ കോഴിക്കോട് ഓർത്തിരിക്കുക, സാഹിത്യ നഗരി. ഇനി പുതിയ ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ലോക്സഭാ സ്പീക്കർ ആരാണത്? ഓം പ്രകാശ് ബിർള. ഓപ്ഷൻ ബി ഓം പ്രകാശ് ബിർളയാണ് ഏത്? പുതിയ ലോക്സഭാ സ്പീക്കർ. നെക്സ്റ്റ്, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ദേശീയ ജലപാത ചോദിച്ചിട്ടുണ്ടല്ലേ, അതാണ് ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? 1ഉം 2ഉമാണ് അല്ലേ. കേരളത്തിലൂടെ ദേശീയ ജലപാത 3 കടന്നു പോകുന്നു. കേരളത്തിലെ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് ആൻസർ. ഏതൊക്കെയാണ്? സുഗന്ധവിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണേത്? മലനാട്. ഇനിയുള്ളത്, കേരളത്തിൻ്റെ കടൽത്തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 4 മാത്രം. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് ആൻസർ. ഏതാണത്? 680 അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 48 എണ്ണമുണ്ട്. പാമ്പാർ, കബനി, ഭവാനി നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി നമുക്ക് ശാസ്താംകോട്ട. ഇതാണിത് ശുദ്ധജല തടാകം ശാസ്താംകോട്ട. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ
തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഇതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ആണെന്ത് ശരിയായ പ്രസ്താവന അല്ലേ? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ആൻസർ ഓപ്ഷൻ ഡി ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഏറ്റവും വലിയ ജില്ല ഏതാണ് കേരളത്തിലേത്? ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഓപ്ഷൻ സി ഇടുക്കിയാണ്. ഇടുക്കിയാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്. പിന്നെ മാനുവൽ ഫെഡറിക് ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഹോക്കിയിലാണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. 56 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചു. കേരളത്തിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. പിന്നെ കേരളത്തിലെ ഔദ്യോഗിക ഭാഷകളാണ് മലയാളം, ഇംഗ്ലീഷ് എന്നിവ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആരവല്ലിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ആരവല്ലി. നെക്സ്റ്റ് വൺ, സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ഉണ്ട്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കുള്ളതാണ് സിവാലിക്. ഗംഗാസമുദ്രത്തിന് അതിരായി നിലകൊള്ളുന്നു സിവാലിക്. അതിരുവാണ്, തെക്കുമുണ്ട്. നെക്സ്റ്റ് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1 and 2. നെക്സ്റ്റ് വൺ, ഗംഗാസമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം. പഞ്ചാബ് ഹരിയാന സമുദ്രത്തിൻ്റെ കിഴക്ക് സ്ഥിതി ചെയ്യുന്നു. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാസമുദ്രം വ്യാപിച്ചു കിടക്കുന്നു. ആൻസർ അവിടുത്തെ ഓപ്ഷൻ ബി ആണ്. നർമ്മദ നദിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം. ഏതൊക്കെയാണ്? പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. നർമ്മദ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർകണ്ടക്ക് ആണ്. ആൻസർ കൊടുത്തത് ഓപ്ഷൻ സി ആണ്. അടുത്തത്, ആനമുടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തത് മാത്രം. ആനമുടി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നതാണ് തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരി പദവി ലഭിച്ച നഗരം ഏതാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ ബി കോഴിക്കോട് അല്ലേ? വീണ്ടും റിപ്പീറ്റ് അല്ലേ? ഇവിടെ തന്നെ ചോദിച്ചിരിക്കുന്നു. ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെയാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി PR ശ്രീജേഷ്. ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ ശ്രീജേഷിൻ്റെയാണ്. ഗ്രിൽ ശ്രീജേഷ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡൻ്റായി ചുമതലയേറ്റ മലയാളി കായിക താരം ആരാണ്? ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡൻറ്റ് ആരാണത്? ആൻസർ PT ഉഷ അല്ലേ? നമ്മുടെ കറണ്ട് അഫെയർ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിതല്ലേ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത്, ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി. ഏത് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ചൈനാബ്. ഇതും കറണ്ട് അഫെയർ വരുന്ന കാര്യം അല്ലേ? കറണ്ട് അഫെയർ വരുന്ന കാര്യമാണ് ചൈനാബ്. ചിനാബ് നദി അല്ലേ? റെയിൽവേ ഏറ്റവും മുകളിലൂടെ അല്ലേ ഉയരമുള്ള പാലത്തൂടെ പോയതാണ് ചിനാബ് നദി ഓർത്തിരിക്കുക. തീവണ്ടി. നെക്സ്റ്റ്, മിയാൻഡർ ഈ ഭൂരൂപത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏതാണ്? ഭൂരൂപീകരണ സഹായി ഏതാണ്? ആൻസർ എന്താണ്? നദി അല്ലേ? നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഭൗതിക മാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏതാണ്? ഭൗതിക മാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏതാണ്? ഓപ്ഷൻ സി 1 and 3 ആണ്. പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നു, പിന്നുള്ളത് മെഴുകുരുകുന്നതും എന്താണ്? ഭൗതിക മാറ്റത്തിന് ഉദാഹരണങ്ങളാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്?
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കലാണ് ഉൾപ്പെടാത്ത പ്രസ്താവന. നെക്സ്റ്റ് വൺ, ISR 2023 സെപ്റ്റംബർ 2 നടപ്പിലാക്കിയ ദൗത്യം എന്താണ്? ഇതിൻ്റെ ആൻസർ അപ്പുറത്ത് കിടപ്പുണ്ട്, നോക്കാം. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, ആദിത്യ L1. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കിടപ്പുണ്ട്, നോക്കാം. നെക്സ്റ്റ് വൺ, ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകൃതികൾക്കാണ് നൽകുന്നത്? ബുക്കർ പുരസ്കാരം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അയർലൻഡ് ആൻഡ് UK. ബുക്കർ പുരസ്കാരം അയർലൻഡ് ആൻഡ് UK. രാജാറാം മോഹൻ റോയിയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്, ആര്യ സമാജ സ്ഥാപകൻ. അല്ലേ, അദ്ദേഹം ആരാണെന്ന് നമുക്കറിയാം, കൂട്ടിക്കുഴയ്ക്കണ്ട. നെക്സ്റ്റ് വൺ, SIP എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം ഏതാണ്? SIP എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം എന്താണ്? സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നാണ് SIPയുടെ പൂർണ്ണരൂപം. വില്യം ഹാർവേ താഴെ പറഞ്ഞതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വില്യം ഹാർവേ. ആൻസർ എന്താണ്? രക്തചംക്രമണം. വില്യം ഹാർവേ, രക്തചംക്രമണം. നെക്സ്റ്റ്, വട്ടമേശ സമ്മേളനങ്ങളിലും 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്. അല്ലേ, റിപ്പീറ്റ് ഒന്നുമില്ല. ഇന്ത്യൻ നേതാവ് ആരാണ്? നമുക്കറിയാം അല്ലേ, ആരാണത്? BR അംബേദ്കർ. ഇവിടെ ഡോക്ടർ വന്നിട്ടില്ല. നെക്സ്റ്റ്, മനുഷ്യരീരത്തിൽ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? അരിപ്പ ആരാണ്? അരിപ്പ എന്ന് പറയുമ്പോഴത് വൃക്കയാണ്. ഓപ്ഷൻ സി, വൃക്കയാണ്. ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏതാണ്? ഏത് ആസിഡാണ് ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ്? ലാക്റ്റിക് ആസിഡാണ്. ലാക്റ്റിക് ആസിഡാണ്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? കാണാരോഗം. വിറ്റമിൻ ഡി, ഓപ്ഷൻ എ, കാണാരോഗം. നെക്സ്റ്റ് വൺ, സങ്കരീനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം ശരിയാണ്. 2 എന്ന് പറയും ജ്യോതിക സങ്കരീനം പരുവത്തെ ഉദാഹരണമാണ്. 3 എന്ന് പറയുമ്പോൾ കിരൺ സങ്കരീനം വെണ്ടയാണെന്നും കൂടി ഓർത്തിരിക്കുക. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡിസംബർ 14. ഡിസംബർ 14. ഇവിടുന്ന് ബാക്കി 3 കളഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അറിയാമെങ്കിൽ എടുക്കാൻ പറ്റും അല്ലേ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ സി, MS സ്വാമിനാഥൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള ജില്ല ഏതാണ്? കണ്ണൂർ. ഓപ്ഷൻ ഡി, കണ്ണൂരാണ്. താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം. 1ഉം 3ഉമാണ് അല്ലേ. സങ്കോചിക്കാനുള്ള കഴിവ് 1ഉം 2. ദ്രാവകത്തിന് വികസിക്കാനുള്ള കഴിവ്. 60ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 60ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉമാണ് ആൻസർ. സങ്കോചിക്കാനും വികസിക്കാനുമുള്ള കഴിവ് എന്തിനുണ്ടെന്ന് ലബോറട്ടറി തെർമോമീറ്ററിന് ഉണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയൊക്കെയാണ് അവയെ എടുക്കുന്നത്. നെക്സ്റ്റ് വൺ, പ്രകാശപ്രകീർണത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണം. പ്രകാശപ്രകീർണത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണം ഏതാണ്? ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ്, മഴവില്ല്. താഴെ പറയുന്നവയിൽ ദോലനത്തിന് ഉദാഹരണം ഏതാണ്? ദോലനത്തിന് ഉദാഹരണം ഏതെന്ന് ചോദിച്ചു. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, ഊഞ്ഞാലിൻ്റെ ചലനം. ഊഞ്ഞാലിൻ്റെ ചലനം അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം ഏതാണ്? സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സൗരോർജ്ജം വൈദ്യോർജ്ജമായി മാറുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ്, സൗരോർജ്ജം വൈദ്യോർജ്ജമായി മാറുന്നു. നെക്സ്റ്റ്, ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? തെറ്റ്, ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകം എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2023 രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് താഴെ പറയുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തലാണ്? മേഖല ഏതാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിൻ്റെ സങ്കലനത്തിനുമാണ് 2023 രസതന്ത്രം നോബൽ പ്രൈസ്. ക്വാണ്ടം ഡോട്ട്സ്.
ഇന്ത്യയുടെ സൗരദൗത്യമായ ആദ്യത്തെ L1 2023 സെപ്റ്റംബർ 2 ISRO ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപിച്ചു. ഇതിൽ ആദ്യത്തെ L1 എന്ന പേരുള്ള L1 എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ എന്താണ്? ലഗ്രാഞ്ചിയൻ പോയിൻ്റ് 1. ലഗ്രാഞ്ചിയൻ പോയിൻ്റ് 1. ഓപ്ഷൻ ബി ലഗ്രാഞ്ചിയൻ പോയിൻ്റ് 1 ആണ് L1. ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഡെങ്കിപ്പനി. അനോഫിലിസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വലമ്പനി. ക്ഷയരോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? ക്ഷയരോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ക്ഷയരോഗമാണ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. നെക്സ്റ്റ്, ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ഹീമോഫീലിയ. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് നവംബർ 14. പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം? ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി 1, 4. എംഫീസിമയും ബ്രോങ്കൈറ്റിസുമാണ് ബാധിക്കുന്ന രോഗങ്ങളില്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷകഘടകം ഏതാണ്? നിർമ്മാണത്തിനാവശ്യ പോഷകഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മാംസ്യമാണ്. ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് നിശാന്തത എന്ന രോഗത്തിന് കാരണമാവുക? ആൻസർ ഓപ്ഷൻ എ വിറ്റാമിൻ എ. അടുത്തത്, സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള പദ്ധതിയാണ് ഏത്? ആൻസർ ഓപ്ഷൻ ബി വയോ അമൃതം. ആരോഗ്യ വകുപ്പിന് അതാണ് സർക്കാർ വൃദ്ധസദനങ്ങളിലുള്ള താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള പദ്ധതിയാണിത് വയോ അമൃതം. ആരോഗ്യ പരിരക്ഷയാണിത് വയോ അമൃതം. HIV ബാധിതരുടെ മക്കൾക്ക്, ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, വന്ന് നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണിത്. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് സ്നേഹപൂർവ്വം. HIV-ക്കാരുടെ മക്കൾക്ക് സ്നേഹപൂർവ്വം എന്നാണ് പറയുക. കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കുങ്കുമപ്പൂ എവിടെയാണ് കൃഷി ചെയ്യുക? ആൻസർ ഓപ്ഷൻ എ ആണ് ഇടുക്കി ജില്ലയിൽ. പിന്നെ ഇവിടെ പോകാനല്ലേ. ഇനി, ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ശൈലിയാണ്. ജീവിതശൈലി രോഗങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ശൈലി. കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞർ ആരെല്ലാമാണ്? നോബൽ പ്രൈസുകാരാണ്. ആരൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആരൊക്കെയാണ്? 1ഉം 3ഉമാണ്. കാറ്റലിൻ കാരിക്കോ ആൻഡ് ഡ്രൂ വെയ്സ്മാൻ. കാറ്റലിൻ കാരിക്കോ ആൻഡ് ഡ്രൂ വെയ്സ്മാൻ 1ഉം 3ഉമാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 2023 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? നെതർലാൻഡാണ്. പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? നെതർലാൻഡ് എന്നാണ്. 2023 നമ്മുടെ കറണ്ട് അഫെയർ സെക്ഷനിൽ വരുന്നു. നെക്സ്റ്റ്, 2 സംഖ്യകളുടെ ഉത്സാഹ HCF 8 ആണെങ്കിൽ 8ഉം സംഖ്യകളുടെ ഗുണനഫലം 286 ആയാൽ സംഖ്യകളുടെ ലസാഗു എത്രയായിരിക്കും? എത്രയായിരിക്കും ലസാഗു എന്ന് എത്രയാണ് ആൻസർ? ഓപ്ഷൻ ബി 32. 0.232323 എന്ന സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നകം ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഏതാണ്? ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ. തന്നിരിക്കുന്നവയിൽ ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങളുടെ അളവുകൾ ആകുന്നത് ഏതെല്ലാം? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് 3, 4, 5 ഇല്ലേ. 3 സ്ക്വയറും 4 സ്ക്വയറും കൂട്ടുമ്പോൾ അത് കിട്ടണ്ടേ. നെക്സ്റ്റ് വൺ, 500 മീറ്റർ നീളമുള്ളൊരു ട്രെയിൻ 10 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ അത് 100 മീറ്റർ നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്ര സെക്കൻഡാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 50 സെക്കൻഡ് എന്ന് കിട്ടും. ഒരു ക്ലാസ്സിലെ കുട്ടികൾ രവിയുടെ റാങ്ക് മുകളിൽ നിന്നും 7ഉം താഴെ നിന്ന് 28ഉമാണ് എങ്കിൽ ആ ക്ലാസ്സിലെ ആ കുട്ടികളുടെ എണ്ണം എത്രയാണ്?
ആൻസർ ഓപ്ഷൻ സി ആണ് 34 അല്ലേ. നെക്സ്റ്റ് വൺ, രഘു റാം എന്നിവയുടെ ഇപ്പോഴത്തെ ആകെ വയസ്സ് 80 ആയാൽ 3 വർഷം മുൻപ് അവരുടെ ആകെ വയസ്സ് എത്രയായിരിക്കും? 3 വർഷം മുൻപ്. ആൻസർ എത്താണ്? ഓപ്ഷൻ ഡി ആണ് 71. അത് 3 പേരുടെ 80 വയസ്സാണെങ്കിൽ ഓരോരുത്തരിൽ നിന്ന് 3 കുറച്ചിട്ട് 71 കിട്ടും. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണത് 25 ആണ്. ഇവിടെ അതൊക്കെ അല്ലേ. ഓക്കെ. നെക്സ്റ്റ് 1/3 + 1/6 + 1/9 വില കാണുക. ആൻസർ ഓപ്ഷൻ എ ആണ്. താഴെ കൊടുത്തിട്ടുള്ളവ ശ്രേണിയിലെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ശ്രേണി പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമുള്ള അഭാജ്യസംഖ്യകളുടെ എണ്ണം അനന്തമാണ്. നെക്സ്റ്റ് വൺ, മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? ഏത് കൊതുക് മലേറിയ കൊണ്ടുവരുന്നു? അനോഫിലിസ്, ഫീമെയിൽ അനോഫിലിസ് മൊസ്കിറ്റോ. കൊതുകിൻ്റെ ജീവിതചക്രം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം ഏതാണ്? ഇല്ല, സമയം എന്താണ്? ഓപ്ഷൻ സി ആണ് 2 ആഴ്ച. ഫീൽഡ് വർക്കർ, ഹെൽത്ത് വർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ കൊതുകിനെ കുറിച്ച് കൂടുതൽ ചോദിക്കുന്നില്ല. കൊതുകിൻ്റെ ജീവിതചക്രം ഏതാണ്? ജീവിതചക്രം ഓപ്ഷൻ എ, മുട്ട, ലാർവ, പ്യൂപ്പ, കൊതുക്. ഓപ്ഷൻ എ ആണ്. കൊതുകിൻ്റെ എണ്ണം വർദ്ധിക്കുന്നതിന് തടയുന്നതിനുള്ള മാർഗ്ഗങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 and 4 ശരിയാണ്, എല്ലാം ശരിയാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 95 ദേശീയ ഡെങ്കി ദിനം എന്നാണ് മെയ് 16. ഡെങ്കി ദിനം മെയ് 16. ഈച്ചകൾ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഈച്ച പരത്തുന്ന രോഗം അല്ലേ. ആൻസർ ഓപ്ഷൻ ബി ആണ്. നമുക്ക് 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ഈച്ച പരത്തുന്ന രോഗം അല്ലേ. അമീബയും കോളറയും ഒക്കെ അല്ലേ. അമീബിയാസിസ് ഡിസെൻട്രി എന്ന് പറയുന്നത് വയറിളക്കം. നെക്സ്റ്റ്, മണലീച്ച പരത്തുന്ന രോഗം ഏത്? മണലീച്ച പരത്തുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കാലാ അസർ. അത് നോക്കി വെച്ചാൽ കാലാ അസർ പ്രത്യേകിച്ച് പഠിക്കുന്നുണ്ട്. മണലീച്ചയാണ് കാലാ അസർ. ഇനി സ്ക്രബ് ടൈഫസ്, ചെള്ളുപനി പരത്തുന്നതാരാണ്? ചിക്കൻ മൈറ്റ് ആണ് ചെള്ളുപനി, ചിക്കൻ മൈറ്റ്. ഖരമാലിന്യ സംസ്കരണത്തിൽ പരിസ്ഥിതിക്ക് ഏറ്റവും അനുയോജ്യമായ മാർഗ്ഗം ഏതാണ്? മാർഗ്ഗം ഏതാണ്? ഓപ്ഷൻ ഡി, കമ്പോസ്റ്റിംഗ് ആണ് ഇല്ല, കമ്പോസ്റ്റിംഗ് തന്നെ. ഇനി ആഴമില്ലാത്ത ട്രെഞ്ച് ലാട്രിൻ എവിടെയാണ് അനുയോജ്യമാവുന്നത്? എവിടെയാണത്? ഓപ്ഷൻ സി, താൽക്കാലിക ക്യാമ്പുകളിലാണ് അനുയോജ്യമാവുന്നത്. മഴയൊക്കെയാണ് നമുക്ക് കാലാവസ്ഥ അനുകൂലമല്ല, വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം എല്ലാവരും ഉള്ള സമയം സേഫായിരുന്ന് പഠിക്കുക. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം.